പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവും ഇതേ തുടർന്ന് അഭിഷേകിനുണ്ടാകുന്നു. രാഹുലിനെ ചെന്ന് കണ്ട് അഭിഷേക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ ഇനിയും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. നീയുമായുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ തകർന്നു പോവുകയും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീ ആരാണ് എന്ന് തിരികെ ചോദിക്കുകയാണ് അഭിഷേകിനോട് ഇഷ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി തീർന്നു കഴിഞ്ഞു. ഇനിയും നീ ആ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വരികയാണ് എങ്കിൽ ഞാനത് പ്രശ്നമാക്കും. ഞാൻ നിന്റെ നല്ല ഭാവിയെ കരുതിയാണ് ഇപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നത്. വെറുതെ എൻ്റെ അച്ഛനും വീട്ടുകാരും അറിഞ്ഞ പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അഭിഷേക്, പഴയ കാര്യങ്ങളെല്ലാം മറന്ന് മുന്നിലേക്ക് പോകുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയാം. എനിക്ക് നിന്നെ ഹർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒട്ടും തന്നെ ഇല്ല. പക്ഷേ നീ എന്നെ അതിന് നിർബന്ധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ തമ്മിൽ ഒരിക്കലും ഇനി ഒന്നിക്കുകയില്ല എന്നും വിവാഹത്തിന് ഞാൻ പൂർണ്ണ സമ്മതം അറിയിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഇഷയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുവെങ്കിലും ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്നും അഭിഷേകുമായുള്ള ജീവിതം ഞാൻ എന്നേക്കുമായി മറന്നു കളയുകയാണ് എന്നും ഇഷ തുറന്നടിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് തകർന്നു പോയിരിക്കുകയാണ്. തകർന്ന മനസ്സുമായി ഇതേ തുടർന്ന് അഭിഷേക് തിരികെ വീട്ടിലെത്തുന്നത് കാണാൻ ഇടയാവുകയാണ് ദേവബാല. ദേവബാല ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും അഭിഷേക് എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ ജീവിതം ഈ നിലയിലാകാൻ കാരണം മറ്റാരുമല്ല, നീ തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് അഭിഷേക്. ഇഷ എന്നെ പിരിയുന്നതിന് കാരണം നീ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് വന്നു സംഭവിക്കുന്നത്. നീന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത്. ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്തായാലും പെട്ടുപോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന നീന രാഹുലിൻ്റെ അടുത്ത് ചെന്ന് പൈസ ചോദിക്കുന്നു. എനിക്ക് നൽകാമെന്ന് പറഞ്ഞ പൈസ എപ്പോൾ ലഭിക്കും? എനിക്ക് ആ കാര്യം അറിഞ്ഞ് മതിയാകൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് രാഹുൽ തൻ്റെ ചതി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതോടെ കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന നീന ബുദ്ധിപൂർവമായ പുതിയൊരു നീക്കം നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇഷയെ. ഇഷയോട് കാര്യങ്ങളറിയാതെ എടുത്തു ചാടരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇഷയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിന്റെ സ്വത്തിലാണ് ഇപ്പോൾ രാഹുൽ കണ്ണിട്ടിരിക്കുന്നത്. അത് കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാകും എന്നതാണ് സത്യം.
നീയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് ഇപ്പോൾ ഇഷ. ഇതോടെ എന്താണ് സത്യാവസ്ഥ എന്ന് കണ്ടെത്തണം തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇഷ കടന്ന് വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.